സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ടേസ്റ്റാണ് തേങ്ങ വറുത്തരച്ച സാമ്പാറിന്. ഇന്ന് തേങ്ങ വറുത്തരച്ച സാമ്പാർ കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഈ സാമ്പാർ വെക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിച്ചെടുക്കണം. ഞാൻ ചെറിയൊരു അളവാണ് ചെയ്യുന്നത്. 4 പേരൊക്കെ ഉള്ളൊരു ഫാമിലിക്ക് ചെയ്യാൻ പറ്റിയൊരു പോഷൻ. ഇവിടെ 1/4 കപ്പ് തുവരപ്പരിപ്പാണ്, കഴുകി വെച്ചേക്കുന്നതാണ്. സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവരപ്പരിപ്പ് 1/4 കപ്പ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്, കൂടുതലാണ്, അതൊഴിച്ച് വേവിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നമ്മൾ പരിപ്പൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുക്കറിൻ്റെ പുറത്തെല്ലാം ആവുമല്ലോ, അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. ഞാൻ പരിപ്പ് വേവിക്കുന്നത് 1 വിസിൽ വരെ കുക്ക് ചെയ്യും, ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും. അപ്പോൾ ആ സമയം കൊണ്ട് പരിപ്പ് വളരെ സ്മൂത്തായിട്ട് ഉടയും. അതിന് വേണ്ടിയിട്ടാണ് അത്രയും സമയം വെക്കുന്നത്. സാമ്പാർ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒട്ടും ഇങ്ങനെ പീസസ് ഇല്ലാതുള്ള സ്മൂത്തായിട്ടുള്ള പരിപ്പാണ്. അതുകൊണ്ട് അത്രയും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം, 1 ടേബിൾ സ്പൂൺ ഓയിൽ. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിന് എപ്പോഴും ഫ്ലേവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കായത്തിൻ്റെ ടേസ്റ്റ് മുമ്പ് വരണമല്ലോ. അതിനായിട്ട് ചെറിയ പീസ് കായ ഇടാം. കായ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് പകരം കായം പൊടി ഇടാം. കായം പൊടിയിലും രുചി ഇതാണ്. ഓക്കെ, കായം മൂത്ത് കഴിയുമ്പോൾ അതങ്ങ് മാറ്റാം. ഇനി ഓയിലിലേക്ക് 1/8 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ. തീ കുറച്ച് വെക്കുക. 1/4 ടീസ്പൂൺ ജീരകം, 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഹോളായിട്ടുള്ള മല്ലി. ഇതിലേക്ക് ഞാൻ പിരിയമുളകും സാധാരണ മുളകും കൂടെ ഇടുന്നത്. ഒരു 3-4 പിരിയമുളക് ഇടുകയാണ്, 2 എരിവുള്ള മുളകും. ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ, തിരുമിയ തേങ്ങയുടെ ചേർക്കാം. ഇനി തീ കുറച്ച് വെക്കുക. 1 വിസിൽ വന്നു, തീ കുറച്ച് 10 മിനിറ്റ് കൂടെ വെക്കാം. മുളകൊന്ന് കീറി ഇടുവാണെങ്കിൽ എളുപ്പമാണ് റോസ്റ്റഡ് ആവാൻ. പിരിയമുളക് ചേർക്കണം നിർബന്ധമില്ല, പച്ചമുളക് തന്നെ ചേർത്താലും മതി. നല്ലൊരു നിറം കൂടെ കിട്ടാനായിട്ടാണ് ഇച്ചിരി പിരിയമുളകും കൂടെ ചേർത്തേക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മുളകിൻ്റെ അളവ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം, കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് ഒരു 4-5 കുരുമുളകും കൂടെ ചേർക്കാം. ഇവിടെ നമ്മൾ ഹോൾ മല്ലിയായിട്ടിട്ടു, മല്ലി സീഡായിട്ടിട്ടു. അതിന് പകരം നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതേപോലെ പിരിയമുളകിന് പകരം, പിരിയമുളകും ഡ്രൈ ചില്ലിക്കും പകരം ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാത്രം ചേർക്കുക. ഇതേപോലെ ഒരു ലൈറ്റ് കളറായാൽ മതി തേങ്ങ. ഈ സമയത്ത് നിർത്തുക, ഒരുപാട് മുക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നിർത്തുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക. കറിവേപ്പിലയുടെ നിറം മാറാതിരിക്കാനായിട്ട് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇത് കൂളായി കഴിയുമ്പം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. കൂളാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സാമ്പാറിനകത്ത് എപ്പോഴും പുളി വേണമല്ലോ. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറിയൊരു സൈസ് പുളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ചൂടുവെള്ളം ഒഴിക്കുന്നത് എപ്പോഴും നല്ലത്. മാറ്റി വെക്കാം. നമ്മുടെ തേങ്ങയുടെ മിക്സർ കൂളായി. ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്കിത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കായം, ആ ഒരു കഷ്ണം ഞാൻ ചേർക്കുകയാണ്. ഞാൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഇടാനായിട്ട് വെച്ചേക്കുന്നതാണ്. ഈ ഒരു പീസ് ഇടാം. ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിനകത്ത് ആദ്യം വെള്ളം ചേർക്കാണ്ടാണ് അരയ്ക്കുന്നത്. പിന്നെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്തരയ്ക്കാം.
ഇതിലേക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് അരച്ചെടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തു. ഇപ്പം തന്നെ നല്ല സാമ്പാറിൻ്റെ ഒരു മണമാണ്. ഇവിടെ പരിപ്പ് നമ്മൾ ഒരു വിസിൽ വരെ വേവിച്ച ശേഷം തീ കുറച്ച് 10 മിനിറ്റ് വേവിച്ചു. അതിൻ്റെ പ്രഷറെല്ലാം പോയി ചെക്ക് ചെയ്യാം. അപ്പം നല്ലതായിട്ട് വെന്തുടഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഒരു 1/4 കപ്പ് വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ ഉപയോഗിക്കാം, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ റഫായിട്ട് ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഒരെണ്ണം, ഒരു ചെറിയ സവോള വലുതായിട്ട് ഇതേപോലെ സ്ലൈസ് ചെയ്തത്, കുറച്ച് കറിവേപ്പില, മുരിങ്ങയ്ക്ക ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് വെന്ത ശേഷം ഇട്ടാലും മതി. ഞാനിപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ്, ഒറ്റ വിസിൽ. ഒരു 4 വെണ്ടയ്ക്ക നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുന്ന സമയത്തൊന്ന് വഴറ്റിയ ശേഷം വേണമെങ്കിലും ചേർക്കാം. ഒരു മുരിങ്ങയ്ക്ക ഇതേപോലെ സ്ലൈസ് ചെയ്തത്, 4 വെണ്ടയ്ക്കയും കൂടെ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഇനി ഒരു കപ്പ് വെള്ളം ചേർത്തു. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇട്ട് വീണ്ടും ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ മുരിങ്ങയ്ക്കൊക്കെ വെല്ലാണ്ട് വെന്തു പോകും. ഇനി ഇത് അടച്ച് ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. നമ്മൾ ഒരു വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. ചെക്ക് ചെയ്യാം. ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച മിക്സ്ചർ ചേർക്കാം. വെള്ളം ചേർക്കണമല്ലോ, അപ്പോൾ ഈ പുളിവെള്ളം തന്നെ ചേർത്തത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. ഇതെല്ലാം കൂടെ ഒന്ന് ബോയിൽ ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കണം. ഇവിടെ മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്തായിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ ഇളക്കുകയാണ്, പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മാറ്റി വെക്കുകയാണ്. ലാസ്റ്റ് ആഡ് ചെയ്യാം. അരപ്പ് കഴുകിയ വെള്ളം കൂടെ ചേർക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങ അരച്ച മിക്സറൊന്ന് വേവണം. ഉപ്പൊക്കെ നന്നായിട്ട്, മസാലയൊക്കെ നന്നായിട്ട് വെജിറ്റബിൾസിൽ പിടിക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ചാൽ മതി. ഇത് നമുക്കിതിനകത്തേക്ക് മല്ലിയിലയൊക്കെ ചേർക്കാം. ഇത്ര ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചേർക്കുന്നത്. ചോപ്പ് ചെയ്ത് ചേർക്കുക. ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇതുവരെ ചേർത്തേക്കുന്നത്. നമ്മൾ ബാക്കി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രം സ്റ്റിക്ക് അതോടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി അടുത്തായിട്ട് കടുക് പൊട്ടിക്കാം. ഇത് 2-3 മിനിറ്റ് കടന്ന് തിളയ്ക്കുമായിരുന്നു. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കുന്നതാണ് ഇതിനകത്തൊരു മെയിൻ ഫ്ലേവറാണ് സാമ്പാറിന്. രണ്ടോ 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. കടുക് പൊട്ടിക്കാനായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക്, ഇതിലേക്ക് ഒരു 5-6 അല്ലി ചുമന്നുള്ളി,
ചുവന്നുള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഈ തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് കുറച്ച് ശർക്കര ഞാൻ ചേർക്കും. ഒരു 1/2 ടീസ്പൂൺ ശർക്കര. ക്ലീൻ ജാഗറി പൗഡറാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. നമ്മുടെ പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ് നമ്മൾ ഇച്ചിരി ശർക്കര ചേർക്കുന്നത്. ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം. ഈ സാമ്പാർ ഓഫ് ചെയ്തിടുകയാണ്. നല്ല കളറും നല്ല ഫ്ലേവറും ഒക്കെയുള്ള സാമ്പാറാണിപ്പം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ ഫ്രൈ ചെയ്യുക. ഉള്ളി ബ്രൗണായി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇടാം, കറിവേപ്പില. ഒപ്പം തന്നെ കുറച്ച് 2-3 ഗുണ്ടുമുളക് കൂടെ ചേർക്കാം. ഏത് മുളക് ഉപയോഗിക്കാം, ഡ്രൈ ചില്ലി. ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിക്കുക. നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക. ഈ ഒരു അയവിലായി നമ്മൾ എടുത്തേക്കുന്നത് ഇരിക്കും തോറും ചുടത്തിക്കാവും. നല്ല മണവും നല്ല രുചിയുള്ള വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി ചേർത്തിട്ടുള്ള സാമ്പാർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാർ പൊടിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഈ രീതിയിൽ നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കി നോക്കുക. വറുത്തരച്ച സാമ്പാർ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.